الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാർ എത്ര തീവ്രമായിട്ട് സ്നേഹിച്ചു. ഒരു നിമിഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിരിഞ്ഞിരിക്കുവാൻ സഹാബിമാർക്ക് കഴിയുമായിരുന്നില്ല. മുആദ് ഇബ്നു ജബൽ എന്ന ചെറുപ്പക്കാരനെ, പ്രിയപ്പെട്ട അനുചരനെ യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അയക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം ചരിത്രത്തിലുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു യാത്രയപ്പാണത്. നൊമ്പരങ്ങൾ കടിച്ചമർത്തി മദീനയിൽ നിന്ന് യമനിലേക്ക് വലിയ ദൗത്യങ്ങളുമായിട്ട് നടന്നു നീങ്ങുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട അനുചരന് വിലപിടിപ്പുള്ള ഒരുപാട് ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നുണ്ട്. യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി. മുആദ്, ഇനി നീ യമനിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ നിനക്ക് നിൻ്റെ റസൂലിനെ കാണാൻ കഴിയണമെന്നില്ല. നീ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ, എൻ്റെ പള്ളിക്കരികിലൂടെയാകും നടന്നു പോവുക. ഒരു സഹാബിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം നബി ഉള്ള മദീനയോട് വിട പറയുക, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയാതിരിക്കുക, അതവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കുട്ടിയെപ്പോലെ വിതുമ്പിക്കരയാൻ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. ഇപ്പം കരയാൻ പറ്റൂല, വലിയ ദൗത്യവുമായിട്ട് പ്രബോധനവുമായിട്ടാണ് നീ യാത്ര തിരിക്കുന്നത്, അപ്പോൾ ഈ സമയത്ത് കരയാൻ പാടില്ല. എന്നിട്ട് മദീനയിലേക്ക് തിരിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മൻ കാനു വഹൈസു കാനു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തഖ്വയുള്ളവരാണ്. അവരാരായിരുന്നാലും, അവർ എവിടെയുള്ളവരായാലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും ശരിക്ക് വായിച്ച ഒരാൾക്ക് കണ്ണീരിൻ്റെ നനവോടുകൂടി അല്ലാതെ ഈ യാത്രയപ്പ് വായിച്ചു തീർക്കാൻ കഴിയുകയില്ല. മുആദ് റളിയല്ലാഹു അൻഹു ശരിക്കും ഹൃദയം പറിച്ചെടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ നബി ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. തൗഹീദ് എത്താത്ത നാട്ടിൽ, തൗഹീദിൻ്റെ വെളിച്ചമെത്താത്ത പ്രദേശങ്ങളിൽ
ഈ ദീനിൻ്റെ വെളിച്ചമെത്തണം, തൗഹീദിൻ്റെ സന്ദേശമെത്തണം. അത് വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വമായിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നത്. ആ യമനിൽ എത്തിയിട്ട് പ്രബോധനം എങ്ങനെയാകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരുടെ അടുക്കിലേക്കാണ് നീ പോകുന്നത്. ഉദ്ഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അവരോട് പോയിട്ട് ആദ്യം പറയേണ്ടത് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നാണ്. ഫഇൻഹും അതഉ ലിദാലിക്, അതിൽ അവർ നിന്നെ അനുസരിച്ചാൽ ഫഅലിംഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, എല്ലാ ദിവസവും നിങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരെ പഠിപ്പിക്കണം. ഫഇൻഹും അതഉ ലിദാലിക്, അതിൽ അവർ നിന്നെ അനുസരിക്കുകയാണെങ്കിൽ ഫഅലിംഹും ഇഫ്തറദല്ലാഹു അലൈഹിം, അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് സദഖത്തൻ ഫീ അംവാലിഹിം, അവരുടെ സ്വത്തിൽ സദഖ സകാത്ത്, തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അത് അവരിലെ സമ്പന്നരിൽ നിന്ന് സ്വീകരിക്കുകയും അവരിലെ ദരിദ്രർക്ക് വിതരണം ചെയ്യുകയുമാണ് വേണ്ടത്. അപ്പോൾ അവിടെ യമനിൽ പോയിട്ട് ആദ്യം പറയേണ്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൗഹീദാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനിൻ്റെ അടിത്തറ, അടിസ്ഥാനം, ആണിക്കല്ല് തൗഹീദാൻ. തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവനാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് പറയാൻ പറഞ്ഞത് തൗഹീദാൻ. സകാത്ത് കൊടുക്കണമെന്ന് പറയുന്നതിന് മുമ്പ് പറയാൻ പറഞ്ഞത് തൗഹീദാൻ. തൗഹീദില്ലാത്ത ഒരാൾ കാലങ്ങളോളം നിസ്കരിച്ചു, എന്തെങ്കിലും കാര്യമുണ്ടോ? തൗഹീദില്ലാത്ത ഒരാൾ എല്ലാ കൊല്ലവും കണക്ക് തെറ്റാതെ സകാത്ത് കൊടുക്കുന്നുണ്ട്, സകാത്ത് അവകാശികൾക്ക് കൊടുത്തു വീട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തൗഹീദില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും എത്ര വലിയ ഇബാദത്തുകൾ ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. തൗഹീദാണ് നമ്മുടെ ദീനിൻ്റെ ജീവൻ. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഏറ്റവും വലിയ നന്മ തൗഹീദാൻ. അള്ളാഹു നമ്മളോട് വിലക്കിയ ഏറ്റവും വലിയ തിന്മ ശിർക്കാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും അറേബ്യയിലും ആദ്യം പറഞ്ഞത് തൗഹീദാൻ. വളരെ സിമ്പിളായിട്ട് എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അത് വേറൊരാൾക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റൂല. ഇഫ്രാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായത് അവകാശപ്പെട്ടത് വേറൊരാൾക്ക് ഒരാൾ വകവെച്ച് കൊടുത്താൽ അതാണ് ശിർക്ക്, അതാണ് ഏറ്റവും വലിയ പാതകം, അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം ലോകം നിയന്ത്രിക്കുന്നത് CM അടവൂരാണെന്നൊരാൾ വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം CMന് വകവെച്ചു കൊടുക്കലാണ്. വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ്, ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? കൺട്രോൾ ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അത് CMന് വകവെച്ചു കൊടുത്താൽ അതാണ് വെള്ളം ചേർക്കാത്ത ശിർക്ക്. ഇപ്പം നമ്മുടെ മനസ്സിലുള്ളത് വായിക്കാനും അറിയാനും നമ്മുടെ റബ്ബിന് മാത്രമേ പറ്റുള്ളൂ, അത് വേറൊരാൾക്ക് കഴിയൂല. അത് മുഹദ്ദീൻ ഷെയ്ഖിന് പറ്റുന്ന ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാൻ. അത് ഔലിയാക്കൾക്ക് പറ്റുന്ന ഒരാൾ വാദിച്ചാൽ അത് ശിർക്കാൻ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ കൽബിലുള്ളത് എനിക്ക് കാണാൻ കഴിയുന്നതാണ് മുഹദ്ദീൻ ഷെയ്ഖിനെ പറ്റിയിട്ട് മാലയിലുള്ള വരി. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, കൽബുകളിലുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലെ ജൂതപ്പെണ്ണ് വിരുന്നിന് വിളിച്ചു. നല്ല ആട്ടിറച്ചിയൊക്കെ പാകം ചെയ്തിട്ട് നബിയെ ക്ഷണിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ഷണം സ്വീകരിച്ചു. നബിൻ്റെ കൂടെ സഹാബിമാരും ഉണ്ട്. ആ ആട്ടിറച്ചിയിൽ ആ പെണ്ണ് വിഷം കലർത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച പാത്രത്തിൽ ഇറച്ചിയിൽ വിഷം പുരട്ടിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ബിശ്ർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ആ ഇറച്ചി കഴിച്ചതിൻ്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ളൊരു പാത്രത്തിൽ വിഷമുണ്ട് എന്ന് തിരിച്ചറിയാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ നബി മരിച്ചതിന് ശേഷം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ പറ്റും. അപ്പോൾ 4 ഖലീഫമാർ അൽ ഖുലഫാ ഉർ റാഷിദൂൻ, അവരുടെ മഹത്വവും പോരിശയൊന്നും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ആ 4 ഖലീഫമാരുടെ കൂട്ടത്തിൽ 2 ആളുകൾ ഷഹീദുകളാകുന്നത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. ഇവർ 2 പേരും ഷഹീദുകളായിട്ട് മരിക്കുന്നത് ഒളിഞ്ഞിരുന്ന ശത്രുവിൻ്റെ ആക്രമണത്തിലൂടെയാണ്. ശത്രു
ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ രണ്ടുപേരെയും വകവരുത്തുന്നത്. അപ്പോൾ ഔലിയാക്കൾ എങ്ങനെയാണ് പിന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം? തൊട്ടു പിന്നിൽ ശത്രു ഉണ്ട്. ഈ പള്ളിയിൽ, ഞാൻ നിസ്കരിക്കുന്ന പള്ളിയിൽ, എൻ്റെ പറകിലെ സോഫിൽ എന്നെ കൊല്ലാനുള്ള കൊലയാളി ഉണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ വലിയാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കെങ്കിലും തർക്കമുണ്ടോ? നമുക്കാർക്കെങ്കിലും സംശയമുണ്ടോ? ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ, ഒരാളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച സംഗതികൾ വായിക്കുവാൻ നമ്മുടെ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം തരാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ അടിമകൾ എന്നെ പറ്റിയിട്ട് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുക, ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. അവരെന്നോട് പ്രാർത്ഥിച്ചാൽ, അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. പ്രിയപ്പെട്ടവരെ, തൗഹീദിന് വല്ലാത്തൊരു മധുരമുണ്ട്. തൗഹീദ് ഒരു മനുഷ്യൻ്റെ മനസ്സിന് നൽകുന്ന നിർഭയത്വം അതെത്ര വലുതാണ്. തൗഹീദ് ഒരാൾക്ക് നൽകുന്ന ആശ്വാസവും സമാധാനവും അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കനം എത്രയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൂക്കം എത്രയാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആഖിറത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹു കൊണ്ടുവരും. ഫയുൻഷറു അലൈഹി 99 സിജില്ല. എന്നിട്ട് അയാളുടെ മുമ്പിൽ 99 രേഖകൾ, ഏടുകൾ അള്ളാഹു എടുത്തു വെക്കുന്നതാണ്. ഈ 99 ഏടുകളും എന്താണെന്നറിയോ? ഇയാളുടെ തിന്മകളാണ്, ഇയാൾ ചെയ്ത തെറ്റുകളാണ്. കുല്ലു സിജില്ലിൻ മിസ്ല മദ്ദിൽ ബസർ. ഓരോ ഏടും കണ്ണെത്താത്ത അത്ര വലിപ്പമുണ്ടാവുന്ന പറഞ്ഞത്. ഈ ഏടുകളിൽ മുഴുവനുള്ളത് ഇയാൾ ചെയ്ത തെറ്റുകളാണ്. എന്നിട്ട് അള്ളാഹു ഇയാളോട് ചോദിക്കും, അത്തുൻകിറു മിൻ ഹാദാ ശൈഅ, ഇതിൽ നിന്ന് നീ എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ഈ എഴുതി വച്ച രേഖയിൽ എന്തെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? അദലമക കതബത്തിൽ ഹാഫിദൂൻ, എൻ്റെ എഴുത്തുകാർ നിന്നോട് അക്രമം കാണിച്ചിട്ടുണ്ടോ? നീ ചെയ്യാത്ത എന്തെങ്കിലും തെറ്റ് നിന്റെ പേരിൽ അവർ എഴുതി വച്ചിട്ടുണ്ടോ? മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, അല്ലാഹുവേ, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അവരെന്നോട് അനീതി കാണിച്ചിട്ടില്ല, ഞാൻ ചെയ്യാത്തതൊന്നും എൻ്റെ പേരിൽ അവരെഴുതി വച്ചിട്ടില്ല. അഫലക ഉദ്ർ, ഇനി നിനക്ക് ബോധിപ്പിക്കാൻ എന്തെങ്കിലും ഇളവുണ്ടോ? അയാൾ എന്താ അള്ളാഹുവിനോട് പറയാ? എനിക്കൊരു ഇളവുമില്ല. അപ്പം അള്ളാഹു പറയുന്നതാണ്, ഇന്നലക ഇൻദനാ ഹസന, നമ്മുടെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട്. എന്നിട്ട് അള്ളാഹു ഒരു ബിതാക്ക പുറത്തു കൊണ്ടുവരും, ഒരു കാർഡ് പുറത്തു കൊണ്ടുവരും. കാർഡ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കാർഡുമായിട്ട് നമ്മൾ സങ്കല്പിക്കരുത്, ഇത് ആഖിറത്തിലെ കാര്യമാണ്. ഒരു കാർഡ് അള്ളാഹു പുറത്തു കൊണ്ടുവരും. ആ കാർഡിലുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അതാണ് ആ കാർഡിലുള്ളത്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നതാണ്, മാ ഹാദിഹിൽ ബിതാക്ക മഅ ഹാദിഹി സിജില്ലാത്ത്. അള്ളാഹുവേ, ഇവിടെ എനിക്കൊരു കാർഡാണുള്ളത്, അപ്പുറത്ത് 99 ഏടുകളുണ്ട്, കണ്ണെത്താത്ത അത്ര ഏടുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഓരോ ഏടും കണ്ണെത്താത്ത അത്ര വലിപ്പമുണ്ട്. അതിലുള്ളതൊക്കെ എൻ്റെ തെറ്റുകളാണ്. അതിന് പകരമായിട്ട് ഈ കാർഡ് എന്താണ് പ്രയോജനം ചെയ്യുക? അപ്പം അള്ളാഹു പറയുന്നതാണ്, ഫഇന്നക ലാ തുദ്ലം, നിന്നോടൊരിക്കലും അക്രമം കാണിക്കപ്പെടുകയില്ല. എന്നിട്ട് ആ കാർഡ് തുലാസിൻ്റെ ഒരു തട്ടിൽ വെക്കും, ബാക്കി 99 ഏടുകളും മറ്റേ തട്ടിൽ വെക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫതാശതി സിജില്ലാത്തു വസഖുലത്തിൽ ബിതാഖ, അവൻ്റെ ഏടുകൾ വെച്ച തട്ട് കനം കുറയും, ആ കാർഡ് വെച്ച തട്ട് കനം കൂടുകയും ചെയ്യും. പ്രിയപ്പെട്ടവർ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കനമാണ്, അത് കലിമത്തു തൗഹീദിൻ്റെ ഭാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില നമുക്ക് മനസ്സിലായിട്ടുണ്ടോ, നമ്മളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മൾ കണക്ക് കൂട്ടുന്നതോ നമ്മൾ തൂക്കി നോക്കുന്നതോ ഒന്നുമല്ല അതിൻ്റെ ഭാരം. ആ തൗഹീദ് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ തൗഹീദിലേക്കാണ് മുഴുവൻ നബിമാരും അവരുടെ ജനങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ തല കുനിക്കുകയുള്ളൂ, അവൻ്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യുകയുള്ളൂ, അവനിലേക്ക് മാത്രമേ ഞങ്ങളുടെ കൈകൾ ഉയരുകയുള്ളൂ. കരയിലായാലും കടലിലായാലും ആകാശത്തായാലും ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും അള്ളാഹുവിനോട് മാത്രമേ പറയുള്ളൂ. ആ തൗഹീദ് എത്ര സുന്ദരമാണ്, അത് എത്ര മനോഹരമാണ്. ആ തൗഹീദിന് എന്തൊരു ശക്തിയാണ്, അതിനെന്തൊരു മൂർച്ചയാണ്. അള്ളാഹു നമുക്ക് തരുന്നൊരു പ്രതീക്ഷയുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കിബിത്തിയെ അബദ്ധത്തിൽ
വധിച്ചു കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ബനു ഇസ്രായേലുകാരനെ സഹായിച്ചതാണ്. രണ്ടുപേരും തല്ലുകൂടുന്നതിനിടയിൽ ആ തല്ല് തടഞ്ഞതാണ്. അതിൻ്റെ ഇടയിൽ മൂസാ നബിൻ്റെ അടുക്കൽ നിന്ന് മൂപ്പർക്കൊരു കുത്ത് കിട്ടി. ഫവക്കസഹു മൂസ ഫഖദാ അലൈഹി, അയാളുടെ കാര്യം തീരുമാനം, അയാൾ മരിച്ചുപോയി. മൂസാ നബി കൊല്ലാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല, അബദ്ധമാണ്. ഫിറഔനും കൂട്ടരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാൻ തീരുമാനിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടു പോവാൻ, മദീനിലേക്ക് ഓടുകയാണ്. ഓടി 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 മദീനിലെത്തി. പരിചയമില്ലാത്ത നാട്, ഒരാളെയും അറിയില്ല. ആരോട് സഹായം ചോദിക്കും, ആരോട് പറയും? ഒരു തണലിൽ ഇരുന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചു. യാ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഏത് സഹായം നീ ഈ സമയത്ത് എനിക്ക് ഇറക്കി തന്നാലും ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, സഹായിക്കാൻ ആരുമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ വിഷമങ്ങളും വേദനകളും പറയാൻ ആരുമില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഏത് വാതിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞാലും അള്ളാഹുലേക്കുള്ള വാതിൽ അത് തുറന്നു തന്നെ ഇരിക്കും. നമ്മുടെ റബ്ബ് നമ്മളെ സഹായിക്കും. അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക, നമ്മുടെ വിഷയങ്ങൾ അവൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുക. ഏത് സമയത്തും വിളിക്കാനും പറയാനും നമുക്കൊരു അള്ളാഹു ഉണ്ട്. മല്ലം യസ് അലില്ലാ യഗ്ദബ അലൈഹി. അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിലാണ് അള്ളാഹുവിന് ദേഷ്യം. ചോദിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. കിട്ടുമെന്ന ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, കിട്ടുമെന്ന ഉറപ്പോട് കൂടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. ഖുർആനിലെ പ്രാർത്ഥനകൾ കണ്ടിട്ടില്ലേ നമ്മൾ? അത്ഭുതമല്ലേ? ഖുർആനിൻ്റെ ഓരോ പ്രാർത്ഥനയും അത്ഭുതമല്ലേ? ഒരിക്കലും നടക്കൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടത്തി കാണിച്ചു തരാൻ, തലമുടിയൊക്കെ നരച്ച് വെളുത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു മനുഷ്യൻ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു മകൻ വേണം, എനിക്കൊരു പിൻഗാമി വേണം. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സക്കരിയ നബിക്ക് അള്ളാഹു കൊടുത്ത ഉത്തരമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. ഒരു പടുവൃദ്ധൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത ഉത്തരമാണ്. മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചു. ആ വിളിക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. ഒരു മീനിൻ്റെ വയറ്റിനകത്ത് വെട്ടുപോയ ഒരാൾക്ക് എന്ത് പ്രതീക്ഷയുള്ളത്? അവർക്കും പ്രതീക്ഷയുണ്ട്. അത് അള്ളാഹു എന്ന പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന്മാർ ജാറങ്ങളിലേക്ക് ഓടുന്നത്. ഈ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ കൈകൾ ഉയരുന്നത്. അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. എന്തൊരു ചോദ്യാണ്! അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരെ? നമുക്ക് നമ്മുടെ റബ്ബ് പോരെ? നമുക്ക് അള്ളാഹു പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുലേക്ക് മടങ്ങുക, അവൻ്റെ നല്ല അടിമകളാവുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ നമ്മുടെ റബ്ബിനോട് നമ്മൾ പറയുക. അള്ളാഹു തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.